പൊളി സാധനം കിടിലായിട്ടുണ്ട്. വെറുതെ ട്രൈ നോക്കിക്കോ, സാധനം പൊളിക്കും. വെറൈറ്റി ഡിഷ് ആയിരിക്കും. എല്ലാവർക്കും ജെഫ്സ് വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചില്ലി പോർക്ക് ഫ്രൈ റെഡിയാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. വളരെ ഡെലീഷ്യസും വെറൈറ്റിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചില്ലി പോർക്കിന് വേണ്ടി നമ്മളൊരു 300 ഗ്രാം പോർക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മീഡിയം ക്യാപ്സിക്കം നമ്മൾ എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ ആവശ്യത്തിന് പുതിനയിലയും വേപ്പിലയും എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ റെഡ് ചില്ലി സോസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ ഒരു മീഡിയം സൈസ് സവാളയും ഒരു 5 ഉള്ളിയും പിന്നെ ഒരു 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു കോഴിമുട്ട ആവശ്യമുണ്ട് അപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇടിച്ച മുളക് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ഏകദേശം 1 ടീസ്പൂണോളം മതിയാവും. പിന്നെ അതുപോലെ നമുക്ക് വേണ്ടിയിരുന്നത് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, കശ്മീരി മുളക് പൊടിയാണ്. പിന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പും. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു കുറച്ചൊരു 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഈ 2 ഇൻഗ്രീഡിയൻസും ഈ പൊടികളും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോകാം. നമുക്ക് റെഡിയായി വന്നിട്ടുണ്ടാവും, നോക്കാം. പൊടിയൊക്കെ അടിപൊളിയായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത അരപ്പ് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. കുറച്ച് കോൺഫ്ലവറും കൂടി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊടി കുറവുണ്ടെങ്കിൽ കോൺഫ്ലവർ പൊടി കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ശരിക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ലൊരു തിക്ക് മസാലയായിട്ട് നമുക്കിത് ഇളക്കി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടൊന്ന് പുരട്ടി വെച്ചിട്ടൊന്ന് അതിൽ നിന്ന് വേവിച്ചെടുക്കാം കുറച്ച്. എന്നാലേ നമുക്കത് ഫ്രൈ എടുക്കാൻ പറ്റുള്ളൂ. ശരിക്കും വെന്ത് വരണമെങ്കിൽ ആദ്യം ഒന്ന് കുക്കറിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു ഏകദേശം ഒരു വിസിലൊക്കെ വരുന്നവരെ. കുറച്ച് വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഏകദേശം നമുക്കൊരു വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ പോർക്കൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായി. ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ടാവും, വിസിലൊക്കെ പോയി, ഗ്യാസൊക്കെ പോയിട്ട് എടുത്ത് നോക്കാം. കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇരുന്നിടത്ത് വെയിലേക്ക് മാറ്റിയെടുക്കാം. നമ്മൾ വേവിച്ചപ്പോൾ കുറച്ച് വിന്താഗിരിയും കൂടി ഇട്ടായിരുന്നു, വിനീഗറും കൂടി ചേർത്താണ് വേവിച്ചെടുത്തോട്ടോ. നേരത്തെ പറയാൻ പറ്റി. അപ്പോൾ നമുക്കിനി ഈ മസാല അങ്ങോട്ട് ചേർത്ത് കൊടുത്തൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്ക് എന്നിട്ടൊന്ന് ഇതൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ പോർക്ക്. നമുക്കൊന്ന് ചട്ടി വെച്ചിട്ട് കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിലിട്ടാണ് നമ്മൾ ചെയ്യണത്. സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഫ്രൈ ചെയ്യാനുള്ള നമ്മുടെ പോർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
നന്നാക്കി ഒന്ന് ഇളക്കി ഫ്രൈ ആക്കി എടുക്കാം നമുക്കിനി. വേപ്പിലയും കുറച്ച് പുതിനയിലയും കൂടി ചേർത്തിട്ടൊന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പോർക്ക് ഫ്രൈ ആകാൻ തന്നെ നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്കിനി സവാളയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നമ്മൾ ആ എണ്ണ തന്നെ ഉപയോഗിച്ച് ചെയ്യണം. ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ശരിക്കൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഇടിച്ചമുളക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മതി, ഒരു അത്യാവശ്യം എരിവുണ്ട്. ഇത് കുറച്ചങ്ങോട്ട് ചേർത്ത് കൊടുത്ത് മറ്റൊന്നാക്കി എടുക്കാം. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ക്യാപ്സിക്കവും തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ശരിക്കാട് വഴണ്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ സംഗതികളൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചില്ലി സോസും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇളക്കി കൊടുക്കാം. സംഗതി സെറ്റായിരുന്നു. ഇതിലേക്ക് നമ്മുടെ നേരത്തെ റെഡിയാക്കി ഫ്രൈ ചെയ്ത് വെച്ചാൽ നമ്മുടെ പോർക്കും കൂടി അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഫ്ലെയിമും കൂടി ഒന്ന് ഓൺ ചെയ്തിട്ട് ഒന്ന് അങ്ങോട്ട് ഇളക്കി സെറ്റാക്കി കഴിയുമ്പോഴുണ്ടല്ല നമ്മുടെ ചില്ലി പോർക്ക് ഫ്രൈ വെറൈറ്റി ഡിഷ് ആയിരിക്കും. പൊളി സാധനം കിടിലായിട്ടുണ്ട് വെറുതെ. അപ്പോൾ നമ്മുടെ ചില്ലി പോർക്ക് ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചില്ലി പോർക്ക് ഫ്രൈ നമ്മൾ സെറ്റ് ചെയ്ത് പ്ലേറ്റിലാക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് പറയുക. ഒരു പീസ് അങ്ങനെ എടുത്തിട്ട് സൂപ്പർ താ കിട്ടിക്കിട്ടുണ്ട് സാധനം. അത് നല്ല എരിവും അത് നമ്മുടെ ലാസ്റ്റ് നമ്മൾ ചേർത്ത സോസും എല്ലാം കൂടി പിടിച്ചിട്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. ട്രൈ നോക്കിക്കോ, സാധനം പൊളിക്കും. വെറൈറ്റി ഡിഷ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നുണ്ടാക്കിയ ചില്ലി പോർക്ക് ഫ്രൈ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള റെസിപ്പി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. തുടർന്ന് നമ്മൾ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് കിടിലൻ വീഡിയോസായിട്ട് വരുന്നതാണ്. അപ്പോൾ അതൊരു എല്ലാവർക്കും ഗുഡ് ബൈ.